ഹലോ. തീരെ ഹാലും കോലവും ഒന്നും ഇല്ലാത്ത ഒരു വ്ളോഗാണ് കേട്ടോ ഇത്. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഒരുപാട് നാളായി. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ജനുവരിയിലോ ഫെബ്രുവരി ആ ഒരു സമയത്ത് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് ക്ലിപ്സ് ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ സ്റ്റോറേജിൻ്റെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഇതിൻ്റെ ബാക്കി പകുതിയൊക്കെ ഞാൻ എവിടേക്കോ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. കുറച്ച് ക്ലീനിങ്, കുറച്ച് ഷോപ്പിങ്, പിന്നെ കുറച്ച് ഇപ്പോഴത്തെ അങ്ങനെ എന്തൊക്കെയോ ഒരു ഒരു കറക്റ്റായിട്ട് സോർട്ട് ചെയ്യാത്ത ഒരു ഡംപ് വ്ളോഗ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇപ്പോൾ വോയിസ് കൊടുക്കുമ്പോഴാണെങ്കിൽ പോലും എവിടെ നിന്ന് തുടങ്ങണം, എന്ത് പറയണം, അല്ലെങ്കിൽ എന്തിനെ കണക്ട് ചെയ്തത് പോകും എന്ന് പോലും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ എന്തായാലും ഷൂട്ട് ചെയ്തതല്ലേ, നിങ്ങളെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടി തന്നെയല്ലേ ഷൂട്ട് ചെയ്തത്. അപ്പോൾ എന്തായാലും കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ ഷൂട്ട് ചെയ്ത ഒരുപാട് വ്ളോഗുകൾ ഇപ്പോഴും എൻ്റെ ഫോണിൻ്റെ ഗാലറിയിൽ കിടപ്പുണ്ട്. സത്യം പറഞ്ഞാൽ മടി കൊണ്ടാണോ ഇടാത്തതെന്ന് വെച്ചാൽ അല്ല, എങ്കിൽ ഇടാത്ത എന്താണെന്ന് വെച്ചാൽ അതും എനിക്കറിയാൻ പാടില്ല. അതുപോലുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. കണ്ടില്ലേ, ഇതുപോലെ ഞാൻ എന്തൊക്കെയൊക്കെയോ ലാസ്റ്റ് ഫൈനലി ഈ ഒരു രീതിയിലാണ് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്നാണ് എനിക്ക് പിന്നെയും ഒരു കണക്ഷനായിട്ട് പറയാൻ പറ്റുക. സത്യം പറഞ്ഞാൽ ഒരുപാട് മഴയ്ക്ക് ശേഷം ഒരു വെയിൽ വന്നൊരു ദിവസം എടുത്തൊരു കുഞ്ഞു വ്ളോഗായിരുന്നു കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ആദ്യം എനിക്ക് വെയിൽ പോകുന്നതിന് മുന്നേ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് തീർക്കണം എന്നുള്ളൊരു അജണ്ടയിലായിരുന്നു ആദ്യത്തെ പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ഞാൻ ബുക്കിൽ എഴുതി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആ സമയത്ത് തന്നെ കറക്റ്റ് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ആ കൊറിയർ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഗിഫ്റ്റ് അയച്ചു തന്നതാണ്. ഞാൻ ഓർഡർ ചെയ്തത് ഒന്നുമല്ല, പുള്ളിക്കാരൻ എനിക്ക് അയച്ചു തന്ന ഒരു ഗിഫ്റ്റാണത്. ഇത് പൊട്ടിക്കാൻ ഞാൻ കുറച്ച് അധികം കഷ്ടപ്പെട്ടു, കാരണം അത്രത്തോളം ഭയങ്കര ഹെവി പാക്കേജ് ആയിരുന്നു. വേറൊന്നുമല്ല, അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ ഞാൻ പൊട്ടിക്കുന്നത് വരെ കണ്ടോളൂ എന്താ പ്രൊഡക്റ്റ് എന്നുള്ളത്. അത്രത്തോളം നല്ല നൈസ് പാക്കിങ്. ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ ഇടയ്ക്കത്തെ ക്ലിപ്സൊക്കെ കണ്ടാൽ എന്തായാലും വിചാരിക്കും ഭയങ്കര അഗ്രസീവായിട്ടാണ് ഞാൻ പാക്കേജ് പൊട്ടിച്ചത്. കാരണം ഇതെന്താണെന്ന് എനിക്കും അറിയാൻ പാടില്ലായിരുന്നു. സോ അങ്ങനെ ഫൈനലി ഇതെന്താ പൊട്ടിച്ച് തീരാത്തേ, എന്താണെന്ന് പറയാനും പറ്റുന്നില്ല, എന്നാൽ നിങ്ങൾ പൊട്ടിക്കുമ്പോൾ കണ്ടാൽ മതി എന്നുള്ളൊരു ഫീലിങ്സിലാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, പറയട്ടെ എന്താണെന്ന്. സംഭവം വേറൊന്നുമല്ല, പെർഫ്യൂമാണ്. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നെയാണ് ഈ പെർഫ്യൂം. അത്യാവശ്യം നല്ല അടിപൊളി പെർഫ്യൂമാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇപ്പം ഞാൻ ഡെയിലി ഈ ഒരു പെർഫ്യൂമാണ് യൂസ് ചെയ്യുമ്പം തീർന്നു പോകരുത് എന്നുള്ളൊരു വിഷമത്തിലാണ് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത്രയും നല്ല സ്വീറ്റ് സ്മെല്ലാണ് ഇതിൻ്റെത്. ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം. സെൻറ്റ് ഫാക്ടറി എന്നാണ് അവരുടെ ഷോപ്പിൻ്റെ പേര്. ചെക്കൗട്ട് ചെയ്ത് നോക്കുക, വാങ്ങിക്കുക. പെർഫ്യൂംസൊക്കെ അടിപൊളിയായിട്ട് അവിടെ ഉണ്ട്. ഹോപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമെന്ന് വാങ്ങിക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് കൊളാബറേഷനോ കാര്യങ്ങളൊന്നുമല്ല, എനിക്ക് അയച്ചു തന്നുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതായിരുന്നു എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്. സെൻറ്റ് ഫാക്ടറി എന്നാണ് അവരുടെ പേര്. തൃശ്ശൂരാണ് അവരുടെ ഔട്ട്ലെറ്റ് വരുന്നത്. ഒരുപാട് ഔട്ട്ലെറ്റ് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട്. ബട്ട് ദിസ് വൺ ഈസ് ഓസം. അത്രയും അടിപൊളി. ഞാൻ ഇപ്പം ഇതെനിക്ക് ജനുവരി ആ സമയത്ത് കിട്ടിയത്. ഇപ്പം ഒക്ടോബർ ആയില്ലേ, ഇത്രയും നാൾ യൂസ് ചെയ്യും. ഇപ്പം നമ്മൾ തുണി വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും സ്റ്റിൽ ആ ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ല് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത്രയും നല്ല അടിപൊളി മണമാണ് കേട്ടോ ഇത്. സോ വാങ്ങിച്ചു നോക്കുക, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ഈവനിങ് ഡമ്പുകളാണ് വീണ്ടും കുറച്ച് കാണാനുള്ളത്. കാരണം മഴയ്ക്ക് ശേഷം ഒരുപാട് വെയിൽ വന്നതിൻ്റെ എല്ലാ കോർണറുകളിലും പോയി വെയിലിനെ എങ്ങനെ ഞാനിങ്ങനെ ആവാഹിച്ചെടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. പിന്നെ വെയിലത്തൊരു കുഞ്ഞു മഴയൊക്കെ വന്നു. എല്ലാം ആ ഒരു കുറേ നാൾക്ക് ശേഷം വെയിൽ കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എന്തൊക്കെയൊക്കെയോ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ ആ വെയിലത്ത് തന്നെ കണ്ടില്ലേ, ഒരു മഴയും ചെറുതായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ചെടികളുടെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പോയി. ആകെ കുറച്ച് ചെടികളെ ഞങ്ങളുടെ വീട്ടിലുള്ളൂ. പക്ഷേ ഞാൻ ഭയങ്കര ഒരു പ്ലാന്റ് ലവറാണ്. പണ്ട് തൊട്ടേ ആണെന്ന് വെച്ചാൽ അല്ല, ബട്ട് എനിക്ക് പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഒരു ഗാർഡനൊക്കെ ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന സാധനം അത്ര ഓക്കെ അല്ലാത്തത് കൊണ്ട് ഇതിങ്ങനെയൊക്കെ പോകുന്നു എന്ന് മാത്രം.
പിന്നെ ഞാൻ ഈ ഒക്ടോബറിൽ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് റീസെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഇങ്ങനെ പുതിയൊരു മൊഡാലിറ്റി കൂടെ പഠിക്കണമെന്ന് തോന്നി, അങ്ങനെ പഠിച്ചു, സെറ്റാക്കി. പഠിച്ചതിന് ശേഷം ഞാൻ അതിനെ എന്താ പറയുക, ഒരു ഇൻകം രീതിയിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം വാങ്ങിച്ച ഒരു ബേസ് കിറ്റാണ്, ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഒരു ബേസ് കിറ്റാണിത്. വേറൊന്നുമല്ല, പഞ്ച് നീഡിങ്ങിൻ്റെ സെറ്റാണിത്. സത്യം പറഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്ത സാധനമല്ല എനിക്ക് കിട്ടിയത്. നീഡിലും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു, ബട്ട് ആ ഒരു ഹൂപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒട്ടും എന്താ പറയുക ക്വാളിറ്റി ഇല്ല. ആ തടിയൊക്കെ നമ്മൾ നല്ലപോലെ പ്രസ് ചെയ്യുമ്പോഴൊക്കെ ഒടിഞ്ഞു പോകുന്ന അത്ര കട്ടി മാത്രമേ ഉള്ളൂ. അത് ഹൂപ്പ് അത്ര ശരിയല്ല. പിന്നെ യാണിൻ്റെ കളേഴ്സ്, അത് ഞാൻ ഈ കളേഴ്സേ അല്ല ഓർഡർ ചെയ്തത്, ഒരുമാതിരിയില്ല ആർക്കും വേണ്ടാത്ത കുറേ പന്ന കളറുകൾ അയച്ച പോലെ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഞാൻ ഓർഡർ ചെയ്ത കളേഴ്സല്ല എനിക്ക് വന്നത്. നിങ്ങൾക്ക് അവിടെ ഇരിക്കുന്ന യാൻസിൻ്റെ കളർ ഉണ്ടോ, ഫ്ലൂറസെൻ്റ് റെഡ്, ഓറഞ്ച്, ബ്ലൂ, വയലറ്റ്, ഈ കളേഴ്സല്ല ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് കിട്ടിയത് ഇതാണ്. റീഫണ്ട് ചെയ്യാൻ നോക്കിയിട്ടാണെങ്കിൽ അത് പറ്റുന്നുമില്ല. സോ ഫസ്റ്റ് എന്തായാലും പഠിക്കുകയല്ല, അപ്പോൾ ഇത് തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ തൃപ്തി അടഞ്ഞിരിക്കുകയാണ്. പഞ്ച് നീഡിങ്ങിൻ്റെ കുറേ വീഡിയോസ് ഞാൻ ഇനി ഇടാം കേട്ടോ. ദെൻ ഈവനിങ് ഈ എന്താ പറയുക, എൻ്റെ 2 സുഹൃത്തുക്കളുമായി, സുഹൃത്തുക്കളല്ല, ഒന്ന് എൻ്റെ അനിയത്തി, ഒന്ന് എൻ്റെ കസിൻ സിസ്റ്റർ, ഇവരുമായിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി. നമ്മൾ കഴിച്ചത് എന്തായിരുന്നു, നല്ല നാനും ബട്ടർ ചിക്കനും ആയിരുന്നു. അങ്ങനെ അവരെയൊക്കെ സന്തോഷിപ്പിച്ചു, കഴിച്ചു. കുട്ടി ഒരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയതിന് ശേഷമാണ് തിരിച്ച് വീട്ടിൽ വന്നത്. സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു ഡമ്പായിരുന്നു. ആ ഡമ്പ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് പറയാം കേട്ടോ. എന്തായാലും ഇത്രയും നേരം എൻ്റെ വളവളാന്നുള്ള സംസാരവും അവിടെ ഇവിടെ തട്ടാത്ത കുറച്ച് ക്ലിപ്സ് കണ്ടുവരുന്നത്. താങ്ക് യു സോ മച്ച്.